ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ടാലൻറ്റ് റാങ്ക് ഫയലാണ് റെഫർ ചെയ്യുന്നത്. വേറെ ബുക്കുകളൊന്നും ഇപ്പം കയ്യിലില്ല. അപ്പം ഈ ബുക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ബുക്കിൽ കണ്ടൻറ്റ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗമൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പോയിൻറ്റ്സ് നോക്കിയിട്ട് പോവാം. എന്നിട്ട് ഒരു ചാപ്റ്റർ കഴിയുമ്പം റിവിഷൻ പോലെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. അതാണ് വേഗവും പ്രവേഗവും അഥവാ സ്പീഡ് ആൻഡ് വെലോസിറ്റി. നമുക്കറിയാം വേഗം പ്രവേഗം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം രണ്ടും രണ്ട് ടേമാണ് എന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം ശ്രദ്ധിക്കുക. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്ന് വരുവാണെങ്കിൽ അതേതാണ്? അത് വേഗമാണ്, അതായത് സ്പീഡ്. വേഗം ഒരു അതിശ അളവാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിശവും സദിശവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതിശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിശ ചേർക്കാതെ പറയുന്നതാണ് കേട്ടോ. ദിശ ചേർത്ത് പറയുന്നതാണെങ്കിൽ അത് സദിശം ആണ്. അത് നമ്മൾ സ്ഥാനാന്തരം പഠിച്ചു. അപ്പോൾ അതിശ അളവാണ് ഏത്? ദൂരം. അതേപോലെ തന്നെ ഏതും ഇപ്പം നമ്മൾ പഠിച്ച വേഗവും ഒരു അതിശ അളവാണ്. വേഗത്തിൻ്റെ ഇക്വേഷൻ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? ദൂരം ബൈ സമയം എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? കാരണം ദൂരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ ദൂരം ബൈ സമയം എന്ന് എഴുതുമ്പം യൂണിറ്റ് എങ്ങനെ ഉണ്ടാവും? മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേഗം എന്നുള്ള ടേം പഠിച്ചു. ഇനി അടുത്തതാണ് പ്രവേഗം. എന്താണ് പ്രവേഗം? പ്രവേഗം അപ്പം എങ്ങനെയായിരിക്കും ഡെഫിനിഷൻ ഉണ്ടാവുക? നമുക്ക് സ്വന്തം പറയാമല്ലോ. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്. ഈ ഭാഗം കുറച്ചിങ്ങനെ ബ്ലറായിട്ട് തോന്നുന്നുണ്ടാവും. അത് PDF ആക്കുന്ന സമയത്ത് സംഭവിച്ചതാണ് കേട്ടോ. അപ്പോൾ പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? സ്ഥാനാന്തരം ബൈ സമയം എന്നാണ് വരുന്നത്. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, കാരണം സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റും ദൂരത്തിൻ്റെ യൂണിറ്റും ഒക്കെ എന്ത് തന്നെയാണ്? മീറ്ററാണ്. അതുകൊണ്ട് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇനി പ്രവേഗം എന്തളവാണ്? ഒരു സദിശ അളവാണ്. അതായത് ദിശ ചേർത്ത് പറയുന്നതാണ് സദിശ അളവുകൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് കൊടുത്ത പോയിന്റ് എന്താണ്? ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം എത്രയാണ് വരുന്നത്? 1667 കിലോമീറ്റർ വേഗത്തിലാണ്. ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖാ പ്രദേശത്ത് കേട്ടോ. ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് കൊടുത്ത വേഗമാണ് 1667 കിലോമീറ്റർ. ഭൂമി സൂര്യനെ ചുറ്റുന്നത് എങ്ങനെയാണ്? മണിക്കൂറിൽ ഏകദേശം, ഞാൻ വായിച്ചപ്പോൾ തെറ്റിപ്പോന്ന് എനിക്കൊരു പേടി, അതുകൊണ്ടാണ് 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ് കേട്ടോ. ഇനി നോട്ടിക്കൽ മൈൽ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോട്ടിക്കൽ മൈൽ എന്നൊക്കെ. ഓക്കെ, അതെന്താ സംഭവം? വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. ഏതൊക്കെയാണ്? വ്യോമയാന രംഗത്തും പിന്നെ സമുദ്ര ഗതാഗത രംഗത്തൊക്കെ ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ടിക്കൽ മൈല്. അത് എത്ര കിലോമീറ്ററാണ്? 1.852 കിലോമീറ്റർ എന്ന് പറയുന്നതാണ് ഒരു നോട്ടിക്കൽ മൈല്. ആ സംഖ്യ നമുക്ക് ഓർത്തിരിക്കുക എളുപ്പമാണ്. 8, 5, 2 3ൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത് അല്ലേ? 2, 3, 5, 5, 3, 8. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ആ നമ്പർ നമുക്ക് ഓർത്തിരിക്കാം. ഇനി കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കാം. നോട്ട്. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. അപ്പോൾ നമ്മൾ വേഗം എന്താണ്, പ്രവേഗം എന്താണ്, നോട്ടിക്കൽ മൈൽ എന്താണ് എന്ന് പഠിച്ചു കേട്ടോ. ഇനി സമവേഗവും അസമവേഗവും, അതായത് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ്. ചലനത്തിലുള്ള ഒരു വസ്തു, ശ്രദ്ധിക്കണം, ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗം ആയിരിക്കും. അപ്പോൾ വേഗം വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ദൂരം എന്നുള്ള ക്വാണ്ടിറ്റിയാണ് വരിക എന്നുള്ളതിൽ സംശയമില്ലല്ലോ. അപ്പോൾ തുല്യ ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അത് സമവേഗത്തിലായിരിക്കും. ഇനി തുല്യ ദൂരം അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും? അസമവേഗത്തിലായിരിക്കും. അപ്പോൾ സമവേഗവും അസമവേഗവും
നമുക്ക് ഡെഫിനിഷൻ നമുക്ക് സ്വയം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനുള്ളൊരു ചിത്രം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാർ ഇങ്ങനെ പോവുകയാണ്. മേലെ കൊടുത്തിരിക്കുന്നത് സമയവും താഴെ കൊടുത്തിരിക്കുന്നത് അത് സഞ്ചരിച്ച ദൂരമാണ്. അപ്പം 2 സെക്കൻഡ് ഗ്യാപ്പിലാണ് നമുക്കവിടെ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുല്യ സമയ ഇടവേളകളിൽ അത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. 0, 20 മീറ്റർ, 40 മീറ്റർ, 60 മീറ്റർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 20 വരുന്നത്. അപ്പോൾ നമ്മൾ മേലെ എഴുതിയ ഡെഫിനിഷനുമായിട്ട് അത് കറക്റ്റ് ആണല്ലോ. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് ആദ്യത്തെ കാറ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ കാറ് സമവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ യൂണിഫോം സ്പീഡിലാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ രണ്ടാമത്തെ കാറ് നോക്കിക്കേ, തുല്യ സമയ ഇടവേളകളാണോ? അതെ അല്ലേ, കാരണം 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ അവർ ഒരേ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു എന്താ പറയുക, തുല്യ ദൂരമാണോ അവർ സഞ്ചരിക്കുന്നത് ആ കാറിൽ? അല്ല അല്ലേ, കാരണം ആദ്യത്തെ 2 സെക്കൻഡിൽ 5 മീറ്ററാണ് പോകുന്നത്. അടുത്ത 2 സെക്കൻഡിൽ എത്ര പോയിട്ടുണ്ട്? ടോട്ടൽ 20 മീറ്ററാണ് പോയിട്ടുള്ളത് അല്ലേ. അപ്പം തുല്യ ദൂരമല്ല ആ കാറ് സഞ്ചരിക്കുന്നത് തുല്യ സമയ ഇടവേളകളിൽ. അതുകൊണ്ട് അത് അസമവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ സമവേഗവും അസമവേഗവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ എന്തുമുണ്ട്? സമപ്രവേഗവും അസമപ്രവേഗവും ഉണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം പ്രവേഗം ഒരു സദിശ അളവായതുകൊണ്ട് തന്നെ ഇവിടെ ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്. അപ്പം ഡെഫിനിഷൻ നോക്കിക്കോ, ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ വേഗം പറഞ്ഞ സമയത്ത് അവിടെ ദിശയെക്കുറിച്ച് എവിടെയും സംസാരിച്ചിട്ടില്ല അല്ലേ. പക്ഷെ പ്രവേഗത്തിലേക്ക് വന്നപ്പോൾ നോക്കിക്കേ, നമ്മൾ ദിശയ്ക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദിശ മാറുന്ന സമയത്ത് എന്തിൽ വ്യത്യാസം വരും? പ്രവേഗത്തിൽ വ്യത്യാസം വരും. അപ്പം ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ്, ഇതാണ് ഞാൻ വായിക്കുന്നത്, ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് സൈസ് ഒന്ന് ചെറുതാക്കിയതായിരുന്നു കേട്ടോ. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുമ്പോൾ, അതായത് സ്ഥാനാന്തരം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ വസ്തുവിൻ്റെ പ്രവേഗം സമപ്രവേഗമാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ ദിശയും കൂടി ഒന്ന് പറയാം, പിന്നെ ദൂരത്തിന് പകരം എന്താണ് ഇവിടെ മാറുക? സ്ഥാനാന്തരം എന്നായിട്ട് മാറും. അപ്പോൾ സമപ്രവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പ്രവേഗം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? ഒരു സമപ്രവേഗത്തിലുള്ള ചലനത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തതോ, അസമപ്രവേഗം എന്ന് പറയുവാണെങ്കിൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ വേഗം, ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ കയറി വരുന്ന സാധനങ്ങളാണ് കേട്ടോ. കാരണം ശ്രദ്ധിക്കുക, അസമപ്രവേഗത്തിലാണെങ്കിൽ വേഗവും ദിശയും എന്താണ്? ഒരേപോലെ മാറണം എന്നില്ല. ഇതിലേതെങ്കിലും ഒന്ന് മാറിയാൽ, ഒരു വസ്തുവിൻ്റെ വേഗം, ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ അതെന്തിലാണെന്ന് പറയാം? അസമപ്രവേഗത്തിലാണെന്ന് പറയാം. ഓക്കെ, ഇനി അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ ഒരു അസമപ്രവേഗത്തിലുള്ള ചലനത്തിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം, പ്രവേഗം, അതിൻ്റെ ഇടയ്ക്കൊരു നോട്ടിക്കൽ മൈൽ നോക്കുന്നുണ്ടായി, പിന്നെ സമപ്രവേഗം, അസമപ്രവേഗം നോക്കി. ഇനി എന്താ കൊടുത്തിരിക്കുന്നത്? ശരാശരി പ്രവേഗവും ശരാശരി വേഗവും. അപ്പം ഇനി ശരാശരിയിലേക്കാണ് കടക്കുന്നത്. അവിടെ എന്താ പറയുന്നത് നോക്കാം. സ്ഥാനാന്തരം നമ്മൾ Δx എന്ന് കൊടുത്തിട്ടുണ്ട്, സമയ ഇടവേളയിന് Δt എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഹരിക്കുന്നതിനെയാണ് നമ്മൾ ശരാശരി പ്രവേഗം എന്ന് നിർവചിക്കുന്നത്. അതായത് സ്ഥാനാന്തരം Δxനെ Δt കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ശരാശരി പ്രവേഗം. വി ആവറേജ് ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഡിവൈഡഡ് ബൈ സമയ ഇടവേള. അങ്ങനെയാണല്ലോ നമ്മൾ ശരാശരി കണക്കാക്കുക. അതൊക്കെ ജസ്റ്റ് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ശരാശരി വേഗത എന്നത് ആകെ സഞ്ചരിച്ച പാദദൈർഘ്യവും അതുമായി ബന്ധപ്പെട്ട സമയ ഇടവേളയും തമ്മിലുള്ള അനുപാതമാണ്. ഇപ്പം നമ്മൾ കണ്ടത് വി ആവറേജ് ആണ്, അതായത് വെലോസിറ്റി. ഇനി ശരാശരി വേഗതയിലേക്ക് വരുമ്പം മുകളിൽ എന്തായിട്ട് മാറും? ആകെ പാദദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം അല്ലേ, ഡിവൈഡഡ് ബൈ ആകെ സമയ ഇടവേള എന്നായിട്ടത് മാറും.
ഓക്കെ, ശരാശരി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാഫ് നോക്കാമല്ലോ. ഒരു വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് പ്രവേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ സമയം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് സ്ഥാനത്തിലുണ്ടാകുന്ന മാറ്റം ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അതുകൊണ്ട് അതൊരു പോസിറ്റീവ് പ്രവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതോ, നെഗറ്റീവ് പ്രവേഗത്തിലാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ഉണ്ടാകും? ഇവിടെ സമയം ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് എന്താണ്, ഇതിങ്ങനെ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ? സമയം ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് പ്രവേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി സ്ഥിരാവസ്ഥയിലാണെങ്കിലോ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോവുക അല്ലേ? അതാണ് സ്ഥിരാവസ്ഥ. ഓക്കെ, അപ്പോൾ ഗ്രാഫിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ചലനം എന്നുള്ളത് കേട്ടോ. ഇനി ഒരു വസ്തുവിൻ്റെ ശരാശരി വേഗത തന്നിരിക്കുന്ന ഒരു സമയ ഇടവേളയിലെ ശരാശരി പ്രവേഗത്തിൻ്റെ പരിമാണത്തിന് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും. ഒരു വസ്തുവിൻ്റെ ശരാശരി വേഗത, നമ്മൾ ശരാശരി വേഗത എങ്ങനെയാണ് കാണുന്നതെന്ന് നേരത്തെ ഡെഫിനിഷൻ കണ്ടല്ലോ, ഇക്വേഷൻ കണ്ടല്ലോ. ആകെ പാദദൈർഘ്യം ഡിവൈഡഡ് ബൈ സമയ ഇടവേളയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് തന്നിരിക്കുന്ന ഒരു സമയ ഇടവേളയിലെ ശരാശരി പ്രവേഗത്തിൻ്റെ പരിമാണത്തിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരാശരി വേഗത എന്ന് പറയുന്നത് ശരാശരി പ്രവേഗത്തിൻ്റെ പരിമാണത്തിന് തുല്യമോ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും. ഓക്കെ, ഇനി തൽക്ഷണ പ്രവേഗവും തൽക്ഷണ വേഗവും, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അപ്പം നമ്മൾ LP-UPക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ചലനം എന്നുള്ള ടോപ്പിക് പഠിക്കാനുണ്ട്. അതിൽ വേഗം, പ്രവേഗം, ത്വരണം എന്നിങ്ങനെയാണ് പോവുക. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ, HSAയിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ നമുക്ക് പഠിക്കാനുണ്ടാവും. കാരണം NCERT ലെവലിലാണ് നമ്മൾ പഠിക്കേണ്ടത്. LP-UP പഠിക്കുമ്പോഴും NCERT ലെവലിൽ പഠിക്കാൻ നമ്മളോട് പറയുന്നുണ്ടെങ്കിലും ഇത്രത്തോളം നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ തൽക്ഷണ പ്രവേഗവും തൽക്ഷണ വേഗവും, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. ഇടവേള ΔT 0 അല്ലേ, ടെൻസ് ടു 0. ΔT എന്തിലേക്ക് അടുക്കുവാണ്? 0 അടുക്കുമ്പോൾ, അതായത് സമയ ഇടവേള വളരെ ചെറുതായിരിക്കുമ്പോൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വസ്തുവിൻ്റെ ശരാശരി പ്രവേഗത്തിൻ്റെ പരിധിയെ തൽക്ഷണ പ്രവേഗം എന്ന് നിർവചിക്കുന്നു. അങ്ങനെ ഒരു സമയ ഇടവേള നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് വളരെ ചെറുതായിരിക്കുമ്പോൾ എന്താണ്, വസ്തുവിൻ്റെ ശരാശരി പ്രവേഗത്തിൻ്റെ പരിധിയെ നമ്മൾ എന്താണ് പറയുക? തൽക്ഷണ പ്രവേഗം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഇക്വേഷൻ ആക്കി കൊടുത്തിരിക്കുന്നത്. V = ലിമിറ്റ് ΔT ടെൻസ് ടു 0 Δx ഡിവൈഡഡ് ബൈ ΔT = dx ഡിവൈഡഡ് ബൈ dt. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും. അതെന്താണെന്നൊന്ന് നോക്കാം. ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും ഞാൻ വായിക്കാം. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, പക്ഷേ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിന്റുകളാണ് കേട്ടോ. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും ശ്രദ്ധിക്കുക, അതിൻ്റെ ആദ്യ പ്രവേഗം, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ എടുക്കാറില്ലേ ഇങ്ങനെ VI = 0 എന്നൊക്കെ എടുക്കാറില്ലേ ചില പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത്. അടുത്തതോ, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അടുത്തത്, മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ വസ്തുവിനെ മുകളിലേക്ക് എറിയ ഒരു കല്ല് മുകളിലേക്ക് എറിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലെ അതിൻ്റെ മാക്സിമം അതെത്തുന്ന സമയത്ത് അതിൻ്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നോക്കാനുള്ളത്. അത് കഴിഞ്ഞ് ത്വരണത്തിലേക്കാണ് നമ്മൾ പോവുക. അതൊരു കുഞ്ഞു ടോപ്പിക്കാണ്, നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. നമുക്ക് ഓരോരോ ടോപ്പിക്ക് ഇങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്ത് പോയിട്ട് നമുക്കൊരു റിവിഷൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവിഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെ കൊടുത്തിട്ടില്ലേ, ഇവിടെയൊക്കെ ഞാൻ എറേസ് ചെയ്ത് കളയും. നമുക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കാം എന്നാണ് ഞാൻ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ബോക്സിൽ എന്തോന്ന് കൊടുത്തിട്ടുണ്ടോയെന്ന് വായിക്കാം. 1150 AD ജീവിച്ചിരുന്ന ഭാസ്കരാചാര്യനാണ് തൽക്ഷണ ചലനം അഥവാ ഇൻസ്റ്റൻറ്റേനിയസ് മോഷൻ
അതായത് താൽക്കാലിക ഗതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് കേട്ടോ ഭാസ്കരാചാര്യ. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് അടുത്ത വീഡിയോ ഉടനെ തന്നെ, അടുത്ത ദിവസം എന്നില്ല, പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 1-2 വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ പറ്റും പോലെ നമുക്ക് ചെയ്തിട്ട് പോവാം. എന്തായാലും റിവിഷൻ ഉണ്ടായിരിക്കും. അതുവരെ നമുക്ക് ഈ വീഡിയോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക്